ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. പള്ളിയിൽ പോകാൻ ഉള്ള തിരക്കാണ്. പള്ളിയിൽ 8 മണിയൊക്കെ ആകുമ്പോൾ പള്ളിയിൽ പോകും. ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. ചായ ഇടുന്നതേ ഉള്ളൂ. ഇന്ന് താമസിച്ചാണ് എണീറ്റത്. അപ്പം ചായ ഇട്ട് കുടിക്കും. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് നോയമ്പൊന്നുമില്ല. ഇന്ന് നോയമ്പ് നോക്കാത്ത മനുഷ്യരില്ല. പക്ഷെ അമ്മയ്ക്ക് ഗുളികയും മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് നോയമ്പൊന്നുമില്ല. അമ്മയ്ക്ക് ഞാൻ ഇന്നലെ തയ്യാറാക്കി വെച്ചിരുന്ന മീൻ കറി ഇരിപ്പുണ്ട്. അത് നന്നായി തിളപ്പിച്ച് വെക്കുകയാണ്. പിന്നെ കപ്പയുണ്ട്. കപ്പ പുഴുങ്ങാൻ പോകുകയാണ്. അമ്മയ്ക്ക് കപ്പ പുഴുങ്ങിയത് മീൻ കറിയും കൂടെ വെച്ച് വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോകും. നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളോട് ഉൾപ്പെടുത്താൻ നോക്കാം. എനിക്ക് ഫോൺ അവിടെ എങ്ങനെ പിടിക്കുമെന്നൊരു ജാള്യതയുണ്ട്. എങ്കിലും നോക്കാം. നമുക്ക് ചായ തിളച്ചിട്ടുണ്ട്. ചായ ഇപ്പം ഒഴിച്ചൊന്ന് കുടിച്ചിട്ട് നമുക്ക് ബാക്കി ചെറിയ ജോലിയിലേക്ക് പോകാം. കൂട്ടുകാരൊക്കെ ചായ കുടിക്കും. ഇതൊന്ന് ഒഴിച്ചെടുക്കാം. ചായ ഒഴിച്ചില്ല. കപ്പയൊക്കെ എടുത്തോട്ട് വെളിയിലോട്ട് വെച്ചു. ഇനി പൊടിച്ച അരിഞ്ഞെടുക്കും. ഹരിതകർമ്മസേന വരും ഈ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ. പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ ഉള്ളതെല്ലാം പറക്കി കവറിൻ്റെ അകത്താക്കി ഇങ്ങനെ വെച്ചേക്കും. അവർ ഒരു 25-ആം തീയതി ഒക്കെ വരും. ആകുമ്പോഴത്തേന് വരും. കൊടുത്തു വിടാൻ കൊണ്ടുവയ്ക്കാം. കപ്പ പൊളിക്കാൻ പോവുകയാണ്. കപ്പ പൊളിച്ചെടുക്കും. കപ്പ പൊളിക്കാൻ ചട്ടി പിടിക്കുക ഇങ്ങനെ. എന്നിട്ട് മൈൻഡ് ഒരു പാത്രം എടുത്തോട്ടെ. ഞാൻ കണ്ടിട്ടാണ് ഇന്നലെ വെച്ച ചോറിന് പെട്ട
അത് ചൂടാക്കി കൂടെ വെച്ചിട്ട് പോവാം അമ്മയ്ക്ക്. എടുത്ത് കഴിച്ചോളുമായിരിക്കും, ചിലപ്പോൾ എടുത്ത് കഴിക്കത്തില്ല അമ്മ. അങ്ങനെ അത് വെച്ചേക്കും. ഇന്ന് ഞങ്ങൾക്കൊരു 2 മണി വരെയോളം ഞങ്ങളുടെ പള്ളിയിൽ ശുശ്രൂഷകളുണ്ട്. ഇന്ന് കുർബാനയൊന്നുമില്ല, ഇന്ന് കുർബാന ചെല്ലത്തില്ല. ഞങ്ങളുടെ പള്ളിയിൽ ചൊല്ലത്തില്ല. ഞങ്ങളുടെ പള്ളിയിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു സമുദായമുണ്ട്. ക്രിസ്ത്യൻസിൽ തന്നെ പല സമുദായങ്ങളുണ്ട്. പിന്നെ അതിലെ ഞങ്ങളുടെ സമുദായത്തില് ഇന്ന് കുർബാനകളൊന്നും ചൊല്ലുന്നില്ല. കപ്പയൊന്ന് പൊളിക്കട്ടെ. ഒക്കെ അരിഞ്ഞു കഴിഞ്ഞ് അരിയുമ്പോൾ എന്റെ ചായ എടുത്തിരിക്കുന്ന ഇവിടെ കുടിച്ചില്ല. കൂട്ടുകാരൊക്കെ ചായ കുടിച്ചോ? ഇപ്പോഴേ അമ്മയ്ക്ക് മാത്രമേ ഞാൻ കപ്പ എടുത്തുള്ളൂ. വേണ്ട. ഞാൻ ഇന്ന് ഗുഡ് ഫ്രൈഡേ ദിവസം പള്ളിയിൽ നിന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. പിന്നെ ചായ കുടിക്കും, അത് അത്യാവശ്യമല്ലേ. അമ്മയുടെ ചായ അവിടെ ഇരിപ്പുണ്ട്. അതെടുത്ത് വെക്കാം. പായ എടുത്ത് വെച്ചില്ലേ. പായ എന്ന് പറഞ്ഞാല് ഞാനിന്നലെ ഭയങ്കര ചൂടാവുന്നു. ചൂടത്താണെങ്കിലും ഞാനാണെങ്കിൽ നിലത്ത് പാലിന്റെ ചോദിൽ ചെന്ന് തിണ്ണയ്ക്ക് കിടന്നു. അപ്പൊ അതമ്മ ചോദിച്ചു. ഞാൻ പായ എടുക്കാതെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി റൂമിൽ കിടന്നു. പിന്നെ പായ എടുക്കാതെ പോയത്. ഇപ്പൊ എടുത്തിട്ടില്ല. ഞാൻ ആ കാര്യം പായെല്ലാം എടുക്കാതെ പോയത്. പായെടുത്ത് ഞങ്ങളുടെ അമ്മയുടെ ചോദ്യങ്ങളും പറച്ചിൽ ഇതിൽ കൂടെ കേൾക്കാല്ലേ. എങ്ങനെയാണ് പണ്ട് കാലത്ത് ഞങ്ങൾക്ക് ഇതെല്ലാം കപ്പയും എല്ലാം ഇഷ്ടംപോലെ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പന്നിയൊക്കെയുള്ള ശല്യം കാരണം ആർക്കും അങ്ങനെ കൃഷിയില്ല. എല്ലാരും കടയിൽ ചെന്ന് സഞ്ചി പിടിച്ചു കൊടുക്കുക വാങ്ങിക്കാൻ. അതുപോലെ ഞാനും അത് തന്നെയാണ്. നമ്മുടെ കാലം മാറിയതും നമ്മുടെ സ്ഥലങ്ങൾ മാറിയിട്ടില്ല. സ്ഥലങ്ങൾ അതുപോലുണ്ട്. പക്ഷെ കാലം മാറിയപ്പോഴത്തേക്കും പുരോഗമനമാകേണ്ടതിന് പകരം താഴോട്ടാണ് നമ്മുടെ ദേശം. എൻ്റെ ഗ്രാമം എല്ലാ ദേശത്തെയും ഞാൻ പറയുന്നില്ല. എൻ്റെ ഗ്രാമം ഞാനത് പറയുന്നത് തെറ്റല്ലേ? തെറ്റാണ്. പണ്ട് കാലത്താണ് എൻ്റെ കുഞ്ഞിന് ഞങ്ങളുടെ റോഡെന്ന് പറയുന്നത് മൺറോഡായിരുന്നു. അത്ര വീതിയൊന്നും. പിന്നെ നമ്മുടെ പറമ്പുകളൊക്കെ എടുത്ത് 2 സൈഡിൽ ഉള്ളവരുടെ പറമ്പുകളെല്ലാം സ്വല്പം എടുത്ത് കൂടുതലും ഞങ്ങളുടെ വശത്തെയാണ് കൂടുതലും പറമ്പ് പോയിട്ട് റോഡിന് വീതി കൂട്ടി. പിന്നെ PWD എടുത്തിട്ട് ഇറങ്ങിയായി. പത്തനംതിട്ട
റോഡിന്റെ വാലാണ് ഇത്. എന്ന് പറഞ്ഞാൽ ആ റോഡിൽ കൂടി ഇങ്ങനെ നേരെ വന്നാൽ ഞങ്ങളുടെ വീട് പഠിക്കലേ ആ റോഡിൽ എത്തും. മഴ ചാറിയോ? എപ്പോഴ് അമ്മ സ്വപ്നം കണ്ടു മഴ ചാറിയെന്ന് അമ്മ പറയുന്നു. എവിടാ മഴ ചാറിയത്? എവിടാ മഴ ചാറിയതേ? ഇവിടെ മഴ ചാറിയില്ലല്ലോ. അമ്മ സ്വപ്നം കണ്ടതാണ്. ഇപ്പോഴേ ഇച്ചിരി സ്പീഡൊക്കെ കൂട്ടി ഞാൻ അരിഞ്ഞെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചായ ഇരുന്ന് തണുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് കപ്പ വേവിക്കുന്ന ഇഷ്ടം. ഇപ്പം വേവിച്ചോണ്ട് കൊടുത്താൽ പറയും, എനിക്ക് മാത്രം എന്തിനാണ് ഈ വേവിച്ചത്, എനിക്ക് പുഴുങ്ങിയ പോരെ. അത്ര നേരം അരിഞ്ഞൊക്കെ സമയം പോകത്തില്ലായിരുന്നോ, പള്ളി പോകത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ പുള്ളിക്ക് വേവിച്ച് തിന്നുന്നതാണ് ഇഷ്ടം. എന്റെ വർത്തമാനം എല്ലാം കേട്ട് മടുപ്പ് തോന്നുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇപ്പോഴേ നമുക്കൊരു ചെറിയ അല്ലാതെ വീഡിയോ എന്തോ ഇടാനാ ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഈ 4 ചുവരിനുള്ളിൽ അങ്ങോട്ട് ഓടുന്നത് ഇങ്ങോട്ട് ഓടുന്നത്, പാത്രം വഴക്കല്, ക്ലീനിങ്, തൂത്തുവാരല്, ഇതെല്ലാം ഭക്ഷണം ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ നല്ലതാണ്. വീട്ടുകാരുണ്ടാക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കുകയില്ല. കാരണം ഞാനും അമ്മയും മാത്രമല്ല ഉള്ളു. പിന്നെ കുഞ്ഞു വിടില്ല. പിന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പിന്നെ ഞങ്ങള് എങ്ങനെയും ഇവിടെ കഴിയുന്നത് ചെയ്യുകയാണ്. മടുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വയ്ക്കോളൂ കേട്ടോ. എനിക്ക് എന്തെങ്കിലും വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ മോണി കട്ടായിപ്പോയി എന്താ ചെയ്യും? ഈയിടയ്ക്ക് കണ്ട് മോണിക്ക് അധികം പിന്നെ ക്രൈറ്റീരിയ ഒന്ന് പൂർത്തിയാക്കണ്ടായെന്ന് ഞാൻ കണ്ടു. പിന്നെ വേറൊരാള് പറഞ്ഞു അത് വെറും പുളുവായിരുന്നു. ഏപ്രിൽ പോളിൻ്റെ അന്നല്ലായിരുന്നു, അത് പുളുവായിരുന്നു. പിന്നെ അത് ചിലരെല്ലാം വിശ്വസിച്ച് കാണും. പിന്നെ നമുക്ക് യൂട്യൂബ് ഒരു ക്രൈറ്റീരിയ പൂർത്തിയാക്കാതെ മോണി തരുവല്ലേ. കൂട്ടുകാരതൊന്നും വിശ്വസിക്കില്ല കേട്ടോ അങ്ങനെ പറയുന്നത്. നമ്മുടെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ 4000 വാച്ച് അവർ, അതായത് പബ്ലിക് വാച്ച് അവർ എന്ന് പറഞ്ഞാൽ വാച്ച് അവർ കൂടുതലായിട്ട് കാണിക്കും, അതല്ല പബ്ലിക് വാച്ച് അവർ 1000 സബ്സ്ക്രൈബേഴ്സ്. അത് തീർച്ചയായിട്ടും വേണം. അത് ഫുൾ മോണിയാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും മോണിയൊക്കെ ആകാത്ത കൂട്ടുകാർക്ക് എത്രയും പെട്ടെന്ന് മോണി കിട്ടി എന്നെക്കാട്ടിലും മുന്നേ വരുമാനം പേടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. അതായത് എനിക്ക് വരുമാനം പേടിക്കാനത് ദിവസങ്ങൾ കഴിയുമ്പോൾ, ദിവസങ്ങളില്ല വർഷങ്ങൾ കഴിയും, അത് വേറെ കാര്യം. പേടിക്കുന്നവർ പേടിച്ചോട്ടെ അല്ലേ. നമ്മുടെ കപ്പ അരിഞ്ഞ് തീരാറായിട്ടുണ്ട്. എൻ്റെ ചായയും തണുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ കഥയുമായിട്ട് മുന്നോട്ട് പോയി ചായ ഇവിടെ നിന്ന് തണുത്തു. പടിക്കൽ കൂടെ ബസ് പോയി.
7:45 പോകുന്നു. പള്ളിയിൽ 8 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇന്ന് പോകുമ്പോൾ 9 മണിയിലും ആവും. ഒത്തിരി സമയമുണ്ടല്ലോ എന്ന് വെച്ചാൽ പള്ളിയിൽ ഇച്ചിരി താമസിച്ച് പോയാൽ മതി. ഇതിപ്പോൾ ചെയ്യാൻ ഇരിക്കുക. അപ്പം ഇത് പെട്ടെന്നൊന്ന് വേവിച്ച് വയ്ക്കുക, കുളിക്കുക, ഒരുങ്ങുക, പള്ളിയിൽ പോവുക. ഇതാണ് ഡ്യൂട്ടി. തൂത്ത് വാരിയിട്ടില്ല, തേച്ച് മടിക്കുന്നില്ലേ വെച്ചത്. അപ്പം പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ 5-6 ഉണ്ട്. അതൊന്ന് കഴുകി പറക്കണം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പോവുകയാണ്. ഇപ്പോഴേ ഞാൻ പള്ളിയിലുള്ള അത് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഞാനിങ്ങനെ ഫോണും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് മോശമല്ലേ? ഇത് വേവിക്കുക, അമ്മയ്ക്ക് കൊടുക്കുക, പള്ളിയിൽ പോവുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. ഗുഡ് ഫ്രൈഡേ എല്ലാവർക്കും. ഗുഡ് ഫ്രൈഡേയുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലൊരു ഗുഡ് ഫ്രൈഡേ ആകട്ടെ. ഇന്ന് ജീവിതം നമുക്ക് പിന്നിലുള്ള ജീവിതങ്ങൾ നമ്മൾ എന്തെല്ലാം ചെയ്തു പോയിട്ടുള്ളത്, നമുക്ക് ആർക്കെല്ലാം ദോഷം ചെയ്തു പോയിട്ടുണ്ട്. അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മുടെ യേശുക്രിസ്തു ക്രൂശിൽ ഏറുന്നത്. അപ്പം എല്ലാവരുടെയും മനസ്സിൽ അത് ഉണ്ടായിരിക്കുക. മറ്റുള്ള സഹജീവികളോട് നമ്മൾ ഒന്ന് കരുണ കാണിക്കുക, സ്വല്പം ദയാലുവാകുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.